വെളിച്ചം നമ്മുടെ മുമ്പിലേക്ക് എത്താൻ കോടിക്കണക്കിന് കൊല്ലെടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോ വെളിച്ചം കാണും, അത് പോകുന്ന സാധനം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാണ്. വെളിച്ചപ്പോഴെത്തിയിട്ടുള്ളൂ നമ്മുടെ കണ്ണിലേക്ക്, പക്ഷെ നക്ഷത്രം ആ നക്ഷത്രം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള യാ അല്ലാഹ് 4 ലക്ഷം മില്യൺ നക്ഷത്രങ്ങളെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. അവരുടെ കണക്കിലെ പഠനത്തിന് വിധേയമാക്കാൻ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് 4 ലക്ഷം മില്യൺ. എത്ര ബില്യൺ നമ്മൾ പറയാൻ എനിക്കറിയില്ല. ഇതിൽ ഏതോ ഒരു നക്ഷത്രം ഈ അബുദാബിയിലെ റോട്ടിലൂടെ നടക്കുന്ന കണ്ണൂർ ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ജനിച്ച ഇവന്റെ തലയിലേക്ക് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന്. യാ അല്ലാഹ്, വല്ലാത്തൊരു GPS എന്നല്ലേ. എന്താണ് ഈ മണ്ടത്തരം? അതിന്റെ സ്വാധീനം കൊണ്ട് ഇവന് എന്തോ നടക്കും. ഇത് ഈ ആധുനിക കാലത്ത് വിശ്വസിക്കുന്ന മണ്ടന്മാർ. ഇതിലാണ് അത്ഭുതം. ഇക്കാലത്തെ ഈ സയൻസും കണ്ടുപിടുത്തങ്ങളൊക്കെ അപ്പുറത്തെ പേജിലുണ്ടാവും, തൊട്ടിപ്പുറത്ത് ഈ അന്ധവിശ്വാസം. ചാനലുകൾ കൊടുക്കുന്നുണ്ട്, പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, മാഗസിനുകൾ കൊടുക്കുന്നുണ്ട്. നക്ഷത്രം എന്തറിഞ്ഞു സാധു? ഭൂമിയിൽ കിടക്കണ ഈ ഇവനെ തന്നെ നക്ഷത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റണം ഒന്ന്, അല്ലേ? ഇവന്റെ തലയ്ക്ക് തന്നെ വരണം അതിന്റെ ഗ്രാവിറ്റി. എന്ത് ഗ്രാവിറ്റി? നക്ഷത്രങ്ങൾക്ക് ഒരു ഗ്രാവിറ്റിയും ഭൂമിയിലേക്കില്ല. സൂര്യനുണ്ടോ ചന്ദ്രനുണ്ടോ എന്നുള്ള വിഷയം നമുക്കറിയാം. ഇങ്ങനെ മണ്ടത്തരം, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പരമമായ അന്ധവിശ്വാസം. ഇതിന് ഭയങ്കര മാർക്കറ്റാണ്. ജ്യോതിഷം എന്നൊക്കെ പറയില്ലേ, ഹറാമല്ലേ? മുഅ്മിനായ മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾക്ക് പാടില്ലെന്നാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ, നക്ഷത്രവാര ഫലം വായിക്കുകയോ നക്ഷത്രങ്ങളെ നോക്കി ലക്ഷണം പറയുകയോ കൈ നോക്കിയിട്ട് കൈരേഖ വായിക്കുകയോ ചെയ്യുന്ന ഒരാളെ പോയി ചെന്ന് കണ്ട് അയാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ ലഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാം അത് നിങ്ങൾ അവിശ്വസിച്ചു എന്ന് കണക്കാക്കിക്കോ. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പറഞ്ഞില്ല. അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ ഇയാൾ എന്താ, എന്റെ രാശി എന്താണെന്ന് നോക്കട്ടെ. എന്ത് രാശി? എന്താണ് ഈ രാശി എന്ന് പറഞ്ഞ സംഗതി? ഹിന്ദുക്കളോ മറ്റേതെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസങ്ങളില്ലാത്ത ആളുകൾ, ഹിന്ദു തിയോളജി എന്നൊക്കെ പറയുന്നത് ബേസ്ഡ് ഓൺ മിത്ത്, ടോട്ടൽ മിത്ത്. എന്താണ് രാമായണം മഹാഭാരതമൊക്കെ? ഒരു മതവിശ്വാസികളെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു മതത്തിന്റെ അടിസ്ഥാനം ഇസ്ലാം പോലെ, പരിശുദ്ധ ഖുർആനും തിരുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഹദീസ് പോലെ ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു തരാൻ ലോകത്ത് ഇസ്ലാമിനല്ലാതെ ഒരു മതത്തിനും ഇന്ന് കൽപ്പില്ല. ക്രിസ്ത്യാനികൾ പറഞ്ഞേക്കാം ഇസ്ലാമിന്റെ 500 കൊല്ലം മുമ്പാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്. കറപ്റ്റഡ് ആണ്. പക്ഷേ ഹിന്ദുമതം അങ്ങനെയാണോ? കുറെ ഋഷിമാരും മുനിമാരും ആരൊക്കെയോ പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ച് പോരല്ലേ? അടിസ്ഥാനമുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം എന്നാ വലിയ പരസ്യം അല്ലേ? സുബ്ഹാനല്ലാഹ്. അടിസ്ഥാനമില്ലാത്തത് വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ മറ്റു മതക്കാരൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയ നമ്മൾ അവര് തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ കാണുന്ന ഈ നക്ഷത്രവും അള്ളാഹുവിന്റെ ഗോളങ്ങളും പടച്ച തമ്പുരാനെ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയവയാണ് അവയൊക്കെ. പിന്നെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ഇവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, മൗഢ്യമാണ്. തീർത്ത് നമ്മൾ മനസ്സിലാക്കുക. വായിക്കാൻ പോലും പാടില്ല എന്നാണ്. അത്തരം സാധനങ്ങൾ നോക്കാൻ പോലും പാടില്ല. എന്നിട്ടല്ലേ വിശ്വസിക്കൽ? പെണ്ണുങ്ങൾക്കാണോ അങ്ങനെ വലിയ അസുഖമുള്ളത്? ആണുങ്ങൾക്കുണ്ടാവും അല്ലേ? സാധാ ഞങ്ങളെ ചീത്ത പറയല്ല, നിങ്ങളെ ചീത്ത പറയല്ല. പക്ഷെ വെറുതെ കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി, എനിക്ക് എന്താ നടക്കാൻ പടച്ചോ എന്റെ ലൈഫിൽ, ലൈഫ് അച്ചീവ്മെന്റ്സ്, വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ, മാഷാ അല്ലാഹ്. അങ്ങനെ നമുക്ക് പറ്റില്ല, അത് പറ്റില്ല. ഹറാമാണ്. ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണത്, പാടില്ലാത്തതാണ്. ഇസ്തിഗ്ഫാർ, തൗബ ചെയ്ത് മടങ്ങേണ്ടി വരും. അള്ളാഹുവിന്റെ ഖദറിലും ഖലായിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? എന്റെ ജീവിതത്തിൽ നടക്കുന്നത് അള്ളാഹു കണക്കാക്കിയതാണ്. ഇതാണ് നമ്മുടെ ഈമാൻ. അതല്ലേ ഈമാൻ കാര്യത്തിൽ അത് ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത്. ആറാമത്തേത് എന്താ? എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ അറിയുന്ന എല്ലാ നന്മയും തിന്മയും പറഞ്ഞാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാതെ, നമ്മിൽ നിന്ന് ഉത്ഭവിക്കാത്ത, നമ്മളുടെ മേൽ സംഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും അള്ളാഹുവിന്റെ ഖദറും ഖലാഉമാണ്.
വസ്സമാഅ റഫഅഹാ, അല്ലാഹുവാണ് ആകാശലോകത്തെ ഉയർത്തിവെച്ചത്. വവളഅൽ മീസാൻ, അല്ലാഹു സന്തുലിതാവസ്ഥ സ്ഥാപിച്ചിട്ടുണ്ട് ആകാശലോകത്ത്. അല്ലേ, 4 വരി പാത, വാഹനമോടിക്കുന്ന റോഡുകൾ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആക്സിഡന്റുകൾ, കൊളീഷൻസ്, ഇടികൾ, അല്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വീട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ. അള്ളാഹുവിന്റെ ആകാശലോകം കോടിക്കണക്കിനാണ് അവിടുത്തെ വാഹനങ്ങൾ, അല്ലെ, അവിടുത്തെ നക്ഷത്രങ്ങളൊക്കെ വാഹനങ്ങളാണ് സങ്കല്പിച്ചാൽ കോടിക്കണക്കിനാണ്. പക്ഷെ ഒന്നും മറ്റൊന്നിനെ കൂട്ടിയിടിച്ചിട്ടില്ല ഇതുവരെ. മഹാവിസ്ഫോടനം, ബിഗ് ബാങ്ങിന് ശേഷം എല്ലാം കൃത്യമായ അളവിൽ മനോഹരമായി അവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വവളഅൽ മീസാൻ, അവകൾക്കൊക്കെ കൃത്യമായ അളവ് അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ഭയങ്കര അത്ഭുതമല്ലേ. നക്ഷത്രങ്ങളൊക്കെ കറങ്ങാണ്, ഒന്നും അവിടെ നിൽക്കുന്നില്ല, എല്ലാം കറങ്ങുക, നാം അടക്കം കറങ്ങുക. നാം അത് മനസ്സിലാക്കിയതാണ്. എല്ലാം തിരിയുന്നു. എങ്ങനെ? നമ്മൾ കഅബയെ പ്രദക്ഷിണം വെക്കുന്ന പോലെ അവരുടെ മിൽക്കി വേയുടെ, അവരുടെ താരപഥത്തിന്റെ, അവരുടെ ഗാലക്സിയുടെ സെന്ററിനെ ആസ്പദമാക്കി ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന പോലെ അതേ കറക്കം, ആന്റി ക്ലോക്ക് വൈസ്. അവിടെ സന്തുലിതാവസ്ഥയുണ്ട്, അവിടെ കൂട്ടിയിടിക്കലുകളില്ല. ഇവരെല്ലാം അള്ളാഹുവിന്റെ ആജ്ഞക്കനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ നിങ്ങൾക്കത് ചെയ്തൂടെ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഞാൻ നിങ്ങളോട് നിസ്കരിക്കാൻ പറയുന്നു, വല്ലതും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? മരിച്ചു പോകാൻ നേരത്തെ ഇതൊക്കെ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുന്ന, അതിൽ കാര്യമില്ലല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ മനുഷ്യര് തോന്നും, ഞാൻ ഔട്ട് ഓഫ് മൈ കൺട്രോൾ, സംബഡി ഈസ് കൺട്രോളിങ് മീ. ഇത് തിരിച്ചറിയാൻ പറ്റും. രോഗം, പനി വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെ ആവേശമൊക്കെ? പനി പിടിച്ച് കിടന്നാൽ എന്താ നമ്മുടെ ആവേശം? കഴിഞ്ഞോ? എന്തേയിരുന്നു വമ്പൊക്കെ, എന്തേയിരുന്നു വർത്താനം? പനി പിടിച്ചാ ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചെങ്കിൽ, ഒന്ന് ആശ്വസിപ്പിച്ചെങ്കിൽ, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി തന്നെങ്കിൽ, ഇത്രയുള്ളൂ നമ്മുടെ കാര്യം. അല്ലാഹു